കൈലാസം ശിവമയമാണ്, അതൊരു പുണ്യഭൂമിയാണ്. അതിലൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പൂർവ്വജന്മ സുഹൃതമാണ്. തൊഴുതെല്ലാം കഴിയുമ്പോൾ എനിക്ക് ഇന്നലെ ലാസ്റ്റ് നമ്മൾ 3ാമത്തെ പരിക്രമമായിരുന്നു. അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഓം നമ ശിവായ ഇങ്ങനെ മുഴങ്ങി കേൾക്കുമായിരുന്നു. അത് നമ്മൾ പോയി നമ്മുടെ കയ്യിൽ പണമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമുള്ളത് കൊണ്ട് എന്നുള്ളതല്ല, നമ്മുടെ അഹങ്കാരം മുഴുവൻ തന്നെ അവിടെ ഇല്ലാതാക്കി പോകുന്നു. നമുക്ക് ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്ന ഈ പരിക്രമണം ഒരു 13 വർഷത്തെ സുഹൃതം അത് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ശിവന്റെ ശിരസാണ് കൈലാസം. അപ്പോൾ ശിരസിനെയും മനസ്സിനെയും നമിക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ ഓരോ കൈലാസ യാത്രയിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ പേര് പറഞ്ഞല്ലോ സവിത എന്നാണ്. ഞാൻ ജനിച്ചത് തൃശ്ശൂരാണെങ്കിലും പഠിച്ചതെല്ലാം ട്രിവാൻഡ്രത്താണ്. എൻ്റെ അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചതാണ് തൃശ്ശൂർക്കാണ്. ഞാൻ പിന്നെ ഇങ്ങനെയുള്ള ഒരാളായിരുന്നില്ല. ഞാൻ വളരെ ആക്റ്റീവ് അല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ഇതിലൊക്കെ കൂടി എല്ലാവരും കൂടി ചിരിച്ചും കളിച്ചും ഒക്കെ ഞാൻ ആക്റ്റീവ്പ്പെട്ട് അതിനെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ബിന്ദുവിനോടും എൻ്റെ ശാലിമോടും മധുവിനോടുമാണ്. കാരണം ശാലിമ എന്നെ എപ്പോഴും ശാലിമ പറയും, ചേച്ചിക്ക് പറ്റും, സാധിക്കും എന്ന് പറയും. പക്ഷേ ഇപ്പോഴും ഞാൻ സ്റ്റിൽ പറയുന്നു, എനിക്ക് ഈ യാത്ര ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കിതൊരു ഡ്രീമായിട്ടാണ് തോന്നുന്നത്. സ്റ്റിൽ ഐ കാൻ ബിലീവ് ദാറ്റ് ഐ ഹാഡ് കംപ്ലീറ്റഡ് ദിസ്. കാരണം സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നെക്കൊണ്ട് സാധിക്കുമെന്നറിയില്ല. ഫിസിക്കലി ഐ എം നോട്ട് ഫീലിംഗ് വെൽ. അതുകൊണ്ടാണ് ഒരു ഡിസ്കിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു സ്റ്റിൽ മോട്ടിവേറ്ററാണ് മധു, ശാലിമ, ബിന്ദു. ഇവരൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അവർ കാരണമായി ഞാൻ ഇതിലേക്ക് കാലെടുത്ത് വെച്ചത് തന്നെ. ഇനി അവിടെ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 4 കാര്യങ്ങൾ പഠിക്കും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ സഹനശക്തി, അത് ക്ഷമ, അഡ്ജസ്റ്റ്മെൻറ്റ്, നമ്മുടെ എല്ലാ ഇമോഷൻസും നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടുമെന്നറിയില്ല, വെള്ളം കിട്ടുമെന്നറിയില്ല, നമ്മുടെ കൂടെ കുക്ക് എല്ലാം ഉണ്ട്, പക്ഷെ നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ല. അതാണ് ഏറ്റവും മെയിനായിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ ആദി കൈലാസ് യാത്രയിലും കുതിരപ്പുറത്ത് തന്നെയായിരുന്നു സവാരി. ഇതിലും അങ്ങനെ തന്നെ ആയിരുന്നു സവാരിയൊക്കെ. പക്ഷേ സ്റ്റിൽ ടു ലോങ് ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. പിന്നെ തൊഴുതെല്ലാം കഴിയുമ്പോൾ എനിക്ക് ഇന്നലെ ലാസ്റ്റ് നമ്മൾ 3ാമത്തെ പരിക്രമമായിരുന്നു. അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഓം നമ ശിവായ ഇങ്ങനെ മുഴങ്ങി കേൾക്കുമായിരുന്നു. എനിക്ക് ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. രാത്രിയായപ്പം സ്റ്റിൽ ഞാൻ അതൊന്നും മാറി. അപ്പോൾ എനിക്കിനി മറ്റുള്ള ആൾക്കാരോട് പറയാമല്ലോ വെച്ചാൽ, നമുക്ക് പൈസ കയ്യിൽ വെച്ചുകൊണ്ടൊന്നും ഡ്രീം സഫലമാക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു യാത്ര നമ്മളെക്കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കണം. കാരണം അത് വലിയൊരു എക്സ്പീരിയൻസാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും നമ്മൾ ഇതിൽ നിന്ന്. എനിക്ക് മറ്റുള്ള ആൾക്കാരോട് പറയാൻ അതേ ഉള്ളൂ, നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ കൈലാസ് യാത്ര നിങ്ങൾ പോകണം. എല്ലാവരോടും എനിക്ക് അതേ കൺവേ ചെയ്യാറുള്ളൂ. ദേരാപ്പുക്കിൽ വന്ന് സ്റ്റേ ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മുടെ ചരൺ സ്പർശം, അതായത് വടക്കുന്നാഥൻ, ഭഗവാന്റെ 3ാമത്തെ മുഖം വടക്കുന്നാഥനെ നമ്മൾ കാണുന്നത്. അവിടെ വരുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായത്, ഞാൻ ഈ പറഞ്ഞ പോലെ ഇവർ ഇതിലായിരുന്നു, ഹോഴ്സിലായിരുന്നു. ഞാൻ നടന്നു വരുമ്പോൾ ഞാൻ വളരെ ടയേർഡായി. കുറച്ച് കഴിഞ്ഞ് വളരെ ടയേർഡായി. കുതിരക്കാരനാണെങ്കിൽ എന്നേക്കാൾ മുമ്പ് പോവുകയും ചെയ്തു. അയാൾ എക്സ്പെക്ട് ചെയ്തത് ഞാൻ നടന്നോളും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ അയാൾ പോയി. ഞാൻ വരുന്നത് കുറച്ച് പുറകിലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ടയേർഡായിട്ട് ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഭഗവാൻ അയച്ച പോലെ ഒരു സ്ത്രീ വന്നിട്ട് എന്നോട് പറയുകയാണ്, സാർ ഡോണ്ട് വറി, ഓൺലി 1 kilometer, ജസ്റ്റ് യു ആർ ദെയർ, ജസ്റ്റ് 1 kilometer, യു ജസ്റ്റ് റിലാക്സ് ആൻഡ് ജസ്റ്റ് മൂവ് ഓൺ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് അപ്പം അവരെ കണ്ടത് ഞാൻ പെട്ടെന്ന് വീണ്ടും എനർജൈസ്ഡ് ആയി കുറച്ച്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മൂവ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവിടെ ചെന്നു, ഈ ചരൺ സ്പർശിൽ ചെന്ന്
വീണ്ടും ഞാൻ ആലോചിക്കുകയാണ്, ഇത് എനിക്ക് കയറാൻ പറ്റുമോ? ചരൺ സ്പർശിൻ്റെ അവിടേക്ക് കുറച്ചേ കയറാനുള്ളൂ. ഇപ്പോൾ പണ്ടത്തെ പോലെ നമ്മളെ മുഴുവൻ ഇറക്കുന്നില്ല. ഈ സാഗ ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് ടിബറ്റൻസിനെയാണ് അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതും അങ്ങോട്ട് വിടുന്നതും. അപ്പം നമ്മൾ കുറച്ച് പേര് കയറാൻ നോക്കി. അപ്പോൾ അവർ കുറച്ച് ഇതുകളൊക്കെ ഉണ്ടായി, കുറച്ച് റെസ്ട്രിക്ഷൻ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ പോലീസുകാർ അവിടെ നിന്ന് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾ 2-3 പേര് വീണ്ടും കയറി കഴിഞ്ഞ് ആ കയറുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എനർജി ഫീലിംഗ് മീൻസ് ഒരു പാർട്ട് ഓഫ് മൈ ബോഡി ഇറ്റ് വാസ് വൈബ്രേറ്റിംഗ് ലൈക്ക് എനിത്തിങ്. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എനിക്ക് അവിടെ എത്താൻ പറ്റുമെന്നൊരു സംശയം. പക്ഷേ ഞാൻ എല്ലാ ഇതുകളും എൻ്റെ ഇത് പിടിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അത് കയറി. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും കിതച്ചുകൊണ്ടാണ് ഞാൻ കയറുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കയറി ചരൺ സ്പർശിൻ്റെ അവിടെ ചെന്ന് മാക്സിമം പോയിന്റ് വരെ നമ്മളവിടെ ചെന്ന് ഞാൻ അവിടെ ചെന്നിരുന്ന് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്തുള്ളൂ. എനിക്ക് ഈ പറഞ്ഞ എനർജി ഫീലിങ്സിൻ്റെ ഈ എല്ലാ ബുദ്ധിമുട്ടുകളും അവിടെ നിന്നാണ്ട് ഒഴിഞ്ഞ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ആ ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നത് ഭയങ്കര റിഫ്രഷ്ഡ് ആയിട്ടാണ്. അതൊരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഇപ്രാവശ്യത്തെ ട്രാവലിങ്ങിൽ. അത് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നമ്മളന്ന് ഒരുവിധം എല്ലാം നല്ല ഇതിലായിരുന്നു. പിന്നത്തെ ഒരു ഫീലിംഗ് വന്നത് പിന്നെ നമ്മുടെ ഡോൾമ പ്ലാസിലാണ്. ഡോൾമ പ്ലാസിലും ഇതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും എന്നെ വന്ന് ഈ കുതിരക്കാരൻ എന്നോട് ചോദിച്ചു, ക്യാൻ യു ടേക്ക് ദ ഹോഴ്സ്? I told him, no, I don't want. So I was doing it my own. ഞാൻ എൻ്റെ ഒരു സ്വയം എനർജിയിൽ കുറേശ്ശെ മൂവ് ചെയ്തു. അങ്ങനെ വരെ ചെയ്തത്. പക്ഷേ എന്തോ ഭഗവാന്റെ ഒരു കടാക്ഷം കൊണ്ട് ഒരു 2-3 ഇൻസിഡൻസ് അതിൻ്റെ ഇടയിൽ ഒരു യാക്ക് ഇതുപോലെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അതിലൊക്കെ നമ്മൾ ഒന്നും ഒരു ഇതുമില്ലാതെ നമ്മൾ ആ സ്റ്റിക്ക് പിടിച്ച് നിന്ന് അതിനെ ഫേസ് ചെയ്ത് അതിനൊക്കെയുള്ള ഒരു ധൈര്യം, അതുപോലെ തന്നെ ആ ഒരു മൂവ്മെൻറ്റ്, അതൊക്കെ വളരെ ഇതായിരുന്നു. പിന്നീട് ഇത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ ഈ കുതിരക്കാരെ ഇതുപോലെ വളരെ ഡിലേ ആയിരുന്നു, അയാൾ വരാൻ വളരെ ഡിലേ ആയി. ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു 12 കിലോമീറ്റർ നോർമൽ വേ ആണ്. പക്ഷേ എന്നാലും നമ്മളൊരു 6 കിലോമീറ്ററൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ വളരെ ടയേർഡായി ഞാൻ വീണ്ടും ഇരുന്ന് ഇങ്ങനെ വടിയും പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. കുറച്ച് നേരം ഉറങ്ങിപ്പോയിപ്പോൾ ഞാൻ വിചാരിച്ചു കുതിരക്കാരൻ എന്നെയും കവർ ചെയ്ത് പോയിണ്ടാവുന്നത്. അപ്പോൾ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടിട്ട് ആരോ ഇതുപോലെ എന്നോട് വന്ന് പറഞ്ഞു, ആർ യു ഓക്കെ എന്ന് എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് ഐ എം ഓക്കെ. എഗെയിൻ ഞാൻ എനർജൈസ്ഡ് ആവാൻ ശ്രമിച്ചു. ഞാൻ വീണ്ടും നടക്കുകയാണ്. പക്ഷെ ഒരു ഹാഫ് മൂഡിലായിരുന്നു. എൻ്റെ എനർജി എനിക്ക് ലോസ് ആവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്ന പോലെ തോന്നി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ തന്നെ ഗ്രൂപ്പിലുള്ള നരേന്ദ്രൻ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നൊരു ഫാമിലി, അവരെന്നെ കണ്ടിട്ട് ചോദിച്ചു, സാർ ഓക്കെ, ആർ യു ഓക്കെ? ഞാൻ പറഞ്ഞു സ്റ്റിൽ ഐ എം ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ അവർ ഇതുപോലെ തന്നെ എന്നെ കണ്ടപ്പോൾ അവരുടെ കോഴ്സിനെ അവിടെ നിർത്തി എൻ്റെ കൂടെ അവർ നടക്കാൻ തുടങ്ങി. പിന്നെ അവരെനിക്ക് ഇലക്ട്രോളൈറ്റും ഒക്കെ തന്ന് കുറച്ച് കുടിപ്പിച്ച് എന്നെ അവർ കൊണ്ടുപോയി. അതായത് ഓരോ സ്റ്റേജിലും നമ്മൾ എവിടെയൊക്കെ നമ്മളെ ഭഗവാൻ സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ പോയിൻ്റാണ് എനിക്ക് ഈ കിട്ടിയ ഈ ഇൻസിഡൻസ് എന്ന് പറയാം നമുക്ക്. അത് വളരെ ഒരു പോസിറ്റീവായിട്ടായിരുന്നു. ഈ യാത്രയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനമായ 4 പേരെയാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്. 4 സഹോദരങ്ങൾ. അതെ, ശാരീരിക ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും തങ്ങളുടെ ആത്മീയ ലക്ഷ്യത്തിന് തടസ്സമാകില്ലെന്ന് തെളിയിച്ച പ്രിയപ്പെട്ട 4 ജ്യേഷ്ഠ സഹോദരന്മാർ എന്ന് നമുക്ക് അവരെ വിളിക്കാം. ജീവിതത്തിലെ ഈ ഘട്ടത്തിലും പരസ്പരം കൈകോർത്തുകൊണ്ട് ഒരേ മനസ്സോടെ സാക്ഷാൽ കൈലാസ പർവ്വതത്തിലേക്ക് തീർത്ഥയാത്ര നടത്താൻ തീരുമാനിച്ച അവരുടെ നിശ്ചയദാർഢ്യം അത് വലുതു തന്നെയാണ്. ഹിമാലയൻ പാതകളിൽ പരസ്പരം താങ്ങാവുകയും കരുത്തേകുകയും ചെയ്തുകൊണ്ട് പരിക്രമണത്തിലെ കഠിനമായ വഴിയോരങ്ങളിലെല്ലാം ആത്മവിശ്വാസത്തോടെ നടന്നു തീർത്ത ആ 4 സഹോദരന്മാരുടെ അനുഭവങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. അത് കൈലാസത്തിലേക്ക് നമ്മൾ പുറപ്പെടുക എന്ന് പറയുന്ന നിമിഷം തന്നെ ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ശരിക്കും ശിവൻ വിളിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ കഴിയൂ. മറ്റ് തീർത്ഥയാത്രകൾ പോലെ അല്ലാതെ അദ്ദേഹം വിളിക്കണു, നമ്മൾ പോകണം. അപ്പോൾ അത് നമ്മൾ പോയി നമ്മുടെ കയ്യിൽ പണമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമുള്ളത് കൊണ്ട് എന്നുള്ളതല്ല, നമ്മുടെ അഹങ്കാരം മുഴുവൻ തന്നെ അവിടെ ഇല്ലാതാക്കി പോകുകയെന്ന്. ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ കൊല്ലം ഇതിന് പോകാനായിട്ട് ഞാൻ ശ്രമിച്ചു. മധു എന്നെ വിളിച്ചു, പക്ഷേ വളരെ ഷോർട്ട് ടൈമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു മാനസികമായിട്ട് അങ്ങോട്ട് തയ്യാറായിട്ടില്ല, അടുത്ത വർഷം നോക്കാം. അപ്പം അത് പറഞ്ഞു ഈ കൈലാസമൊക്കെ വിളിച്ചാൽ അപ്പം പോവുക എന്നുള്ളതാണ്. അപ്പം ഞാനും
അടുത്ത കൊല്ലാവാം. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു നമുക്കിങ്ങനെ ഒരുമിച്ച് പോവാം. അങ്ങനെയാണ് ഇത് തീരുമാനിച്ചത്. ഈ കൈലാസ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു നിയോഗമാണ്. അത് വിശ്വസിക്കുന്നവർക്ക് കഴിവുള്ളവർ അതിനൊരു ജീവിതത്തിലൊരു ഒരു ഒരു ചാൻസ് എടുത്ത് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. കൈലാസം ശിവമയമാണ്, അതൊരു പുണ്യഭൂമിയാണ്. അതിലൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പൂർവ്വജന്മ സുഹൃതമാണ്. പിന്നെ ചരൺ സ്പെഷ്യൽ പോയിട്ട് എൻ്റെ മൺമറിഞ്ഞു പോയ അറിഞ്ഞും അറിയാതിട്ടുള്ള ആൾക്ക് എല്ലാ പിതൃക്കൾക്കും ഞാൻ തർപ്പണം ചെയ്തു, അവർക്ക് ആത്മശാന്തിക്ക് പ്രാർത്ഥിച്ചു. പിന്നെ ഒരു 75% ഞാൻ നടന്നു പരിക്രമത്തിന്. കുറച്ച് കുതിരയുടെ സഹായം എടുക്കേണ്ടി വന്നു, പക്ഷേ വളരെ ഡിഫിക്കൽട്ട് ടെറൈനായിരുന്നു. ഈ കൈലാസ യാത്രയോട് ബന്ധപ്പെട്ടുള്ള ഈ ട്രക്കിംഗ് വളരെ ഡിഫിക്കൽട്ടാണ്. വൺ ഓഫ് ദ ടഫസ്റ്റ് ട്രക്കിംഗ് ഇൻ ദ വേൾഡ് എന്ന് പറയാം. ഏകദേശം 24 കിലോമീറ്റർ നടന്നു പോകുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരം പിടിച്ചതൊക്കെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി നടന്നു. പിന്നെ ഇതിനോട് പങ്കെടുപ്പെടുത്തി നമ്മൾ 90-ൽ കൂടുതൽ ആൾക്കാർ വന്നു എന്ന് പറഞ്ഞു. പലരും പല ഇഷ്യൂസ് കാരണം ഹെൽത്ത് ഇഷ്യൂസും പല പ്രശ്നങ്ങളൊക്കെ ആയതും ഒരു 70-ൽ കൂടുതൽ ആൾക്കാർക്കാണ് അത് പരിക്രമം വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. തീർത്ഥയാത്രയുടെ ഇത് വളരെ ഓർഗനൈസ് ചെയ്ത ഒരു രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ വളരെ വേഴ്സ്റ്റാണ് ഇവിടെയൊക്കെ ഈ ദിലാബുക്കിലും അതുപോലെ തന്നെ മറ്റുള്ള മാനസരോവറിലൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള അക്കോമഡേഷൻസും ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ മാനസരോവറിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഒരു ധർമ്മ അധർമ്മത്തിൻ്റെ 2 ഭാഗമാണ്, മാനസരോവറും രാക്ഷസ്ഥലം. മാനസരോവർ ഒരു ശുദ്ധജല തടാകമാണെങ്കിൽ രാക്ഷസ്ഥലം ഉപ്പ് കലർന്ന, അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ തന്നെ ഒരു ധർമ്മവും അധർമ്മവും. അപ്പോൾ ബ്രഹ്മാവിൻ്റെ മനസ്സാണ് മാനസരോവർ, ശിവൻ്റെ ശിരസാണ് കൈലാസം. അപ്പോൾ ശിരസിനെയും മനസ്സിനെയും നമിക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ ഓരോ കൈലാസ യാത്രയിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും ഇങ്ങനത്തെ ഒരു അവസരം തന്നതിന് ജനൻ ടി വിക്ക് ഒത്തിരി നന്ദി. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിച്ചത് നിങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ഏതായാലും നാളെ ഈ തീർത്ഥയാത്ര പര്യവസാന ഘട്ടത്തിലാണ് നമ്മൾ. എല്ലാം ഭംഗിയായി അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ തീർത്ഥയാത്ര ടീമിനും ജനറൽ ടീമിനും അല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയധികം വലിയ സാങ്കേതികത്വവും വലിയ വലിപ്പമുള്ള ചാനലുകൾ ഉണ്ടായിട്ട് പോലും ജനൻ ടി വി മാത്രമാണ് അത് ഇവിടെ നിന്ന് ലൈവ് ചെയ്യാൻ, അതായത് മറ്റേ ഗൗരികുണ്ടിൽ നിന്നൊക്കെ ലൈവ് ചെയ്യാൻ സാധിച്ചത്. അത് വലിയൊരു ഒരു ഒരു കാര്യം തന്നെ. ധൈര്യം കാണിച്ച ശില്പയ്ക്കും വിഷ്ണുവിനും ഒത്തിരി നന്ദി. അതുപോലെ തീർത്ഥയാത്രയുടെ എല്ലാ ടീമിനും ഈ ഒരു ടെലികാസ്റ്റ് വരുന്നതോടുകൂടി തീർത്ഥയാത്രയ്ക്കും ജനൻ ടി വിക്ക് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയെന്ന് പ്രാർത്ഥിക്കുന്നു. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ. മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടായി. നമ്മുടെ എന്താ പറയുക, വാക്കുകൾ തന്നെ പുറത്തു വരുന്നില്ല. അല്ലെങ്കിൽ അത്രയും സന്തോഷം കൊണ്ടുള്ള അശ്രുക്കളാണ് നമുക്ക് ഇപ്പോൾ ഇതാവുന്നത്. ശംഭോ മഹാദേവ. എൻ്റെ അനിയനും എല്ലാം പറഞ്ഞതുപോലെ 2019 ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പോടും കൂടി ഇരുന്നുവെങ്കിലും അന്നത് നടന്നില്ല. കാരണം ഓരോ തീർത്ഥാടനം ഓരോ നിയോഗമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത് ആത്മാവിലേക്കുള്ള തീർത്ഥാടനമാണ്. ഈ നമ്മൾ തീർത്ഥം ചെന്ന് കുളിക്കുക, മുങ്ങുക, പിന്നെ പ്രാർത്ഥിക്കുക, അതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ സ്വന്തം ധാരയിലേക്കുള്ള ആത്മധാരയിലേക്കുള്ള പ്രയാണവും അതിൽ നമ്മൾ ഡിപ്പ് ചെയ്യണം ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇവിടെ പോയി മുഴുങ്ങി എഴുന്നേറ്റു പിന്നെ അതുപോലെ പിന്നെ ബാഹ്യമായിട്ടുള്ള മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അതല്ല ഉദ്ദേശിക്കുന്നത്. ഓരോ തീർത്ഥാടനവും നമ്മളെ വളരെയധികം പ്യൂരിഫൈ ചെയ്യേണ്ടതുണ്ട്, ശുദ്ധമാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കണം ഓരോ തീർത്ഥാടനവും. അല്ലാതെ നമ്മളെല്ലാവരും ഗ്രൂപ്പിൻ്റെ കൂടെ പോയി കുറേ പൈസ ചിലവാക്കി അല്ലെങ്കിൽ വഴിയിലത് വിഘ്നങ്ങൾ സംഭവിച്ചു, നമ്മൾ തിരിച്ചു പോന്നു, പിന്നെ അതെല്ലാവരോടും നമ്മൾ പറഞ്ഞു, അതിലല്ല കാര്യം. കാരണം ആ തീർത്ഥാടനം എന്നുള്ള വാക്ക്, ഉദാഹരണത്തിന് കൈലാസം എന്നുള്ള വാക്ക് നിങ്ങൾ എടുത്തോളൂ. കൈലാസം എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം വിഹാരരംഗം എന്നാണ്. കേളിസ്ഥലം എന്നുള്ളതെന്നാണ് കൈലാസം എന്നുള്ള വാക്ക് വന്നത്. അതായത് ശിവപിതാവിൻ്റെ കേളിസ്ഥലമാണ് കൈലാസം. അതുകൊണ്ട് തന്നെയാണ് 10,000 വർഷങ്ങളായിട്ട് മനുഷ്യനാൽ മനുഷ്യനാൽ ആക്സസ് ചെയ്യപ്പെടാത്ത ഒരു സ്ഥലമാണ് കൈലാസം. എത്രയോ മൗണ്ട് എവറസ്റ്റ് കയറിയ 4 തവണ മൗണ്ട് എവറസ്റ്റ് കയറിയ ഒരാൾ, ഒരു നേപ്പാളി ഞങ്ങളുടെ കൂടെ വന്നിരുന്നു. അപ്പോൾ കൈലാസം എന്നുള്ള ഉദ്ദേശിച്ചത് അതല്ല. കൈലാസം എന്നുള്ള മഹാദേവൻ്റെ കളിസ്ഥലമാണ്. അവിടേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റില്ല. അതിന് ഒരു നിയോഗം വേണം എന്നുള്ളതാണ് ആദ്യത്തെ ബോധം. കൈലാസ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്ന ഒരാളുടെ ആദ്യത്തെ ബോധം അതൊരു നിയോഗമാണ്. പരമ്പരാഗത ആർജിതമായ ആ ഒരു പ്രേരണകളുടെ പ്രാർത്ഥനകളുടെ നിയോഗമാണ് ആ
പലർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ബോധം പിന്നെ മനസ്സിലുണ്ടാവുക, പിന്നെ ഓരോ തീർത്ഥാടനങ്ങളും നമ്മളെ കൂടുതൽ ബോധവൽക്കരിക്കുക, നമ്മളെ കൂടുതൽ ആത്മജ്ഞാനത്തിൻ്റേതായിട്ടുള്ള ആ ഒരു വിശാലതലത്തിലേക്ക് നമ്മളെ ആനയിക്കുക. ഇതൊക്കെ ആയിരിക്കണം തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം. കുടുംബ ബന്ധങ്ങളുടെ ആഴവും പ്രായത്തെ പോലും നിഷ്പ്രഭമാക്കുന്ന ഭക്തിയുടെയും സഹോദര സ്നേഹത്തിൻ്റെയും വലിയൊരു സന്ദേശവുമാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതെ, കൈലാസതീർത്ഥം പരമ്പരയുടെ അടുത്ത അധ്യായത്തിലും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത പ്രിയപ്പെട്ട സഹയാത്രികരുടെ അവിസ്മരണീയമായ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.